ഞാൻ ഒരു ശിവഭഗവാന്റെ ഫോട്ടോയുടെ സൈഡിൽ ചെറിയൊരു ബാബാജിയുടെ പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മാം കണ്ടത് ഇദ്ദേഹത്തെ ആണോ എന്ന് ചോദിച്ചു. അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അവർ പറഞ്ഞു, അയ്യോ ഇദ്ദേഹമാണ് എന്നെ ബ്ലെസ് ചെയ്തത്, അവർക്ക് ബാബാജി ആരാന്ന് അറിയില്ല, അങ്ങനത്തെ ഒരാളായിരുന്നു. അതേ ദിവസം തന്നെ ബാബാജി അറിയുന്ന ഒരു വ്യക്തിയും പറഞ്ഞു, അവരെ ബ്ലെസ് ചെയ്തപ്പോൾ, മാം ഞാൻ ബാബാജിയെ കണ്ടു, ബാബാജി ഇങ്ങനെ ബ്ലെസ് ചെയ്യണ പോലൊരു ഫീല് എനിക്കുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ബാബാജിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ രണ്ടുപേർക്ക് അങ്ങനെ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും അതെൻ്റെ സങ്കല്പമല്ല, ബാബാജിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സബിത മാമാണ്. പുനർജനി ജ്യോതിശാല എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തി പോരുന്നുണ്ട്. മാമിൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നല്ല രീതിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്, അതായത് ഈ കലികാലത്ത് നമ്മുടെ ജന്മോദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുക്കാൻ സാധിക്കുമോ അത്രത്തോളം അടുക്കുക എന്നുള്ളതാണ്. ഈ അടുക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് എന്തോ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടുക, എവിടെയാണ് എന്താണ് പ്രശ്നം സംഭവിച്ചതെന്ന് മനസ്സിലാവാതിരിക്കുക. ജോലിയിലായാലും കുടുംബജീവിതത്തിലായാലും ആരോഗ്യത്തിലായാലും എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതിനെപ്പറ്റി നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ എന്നാലും ഈശ്വരാധീനം എന്ന് പറയുന്നത് മാം മുന്നിൽ വരുന്ന വ്യക്തിക്ക് കവടി പ്രശ്നം നിരത്തുമ്പോൾ ചിലപ്പോൾ കാണാറുണ്ട് ഈശ്വരാധീനം തീരെ ഇല്ല എന്നുള്ളത്. ചില വ്യക്തികൾക്ക് ഈശ്വരാധീനം നന്നായിട്ടുണ്ടെന്ന് കാണിക്കാറുണ്ട്. അപ്പം ഈശ്വരാധീനം ഇല്ല എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം അവർക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ആദ്യം തന്നെ ഞാൻ അലക്സാഞ്ചന വ്ലോഗ്സിനൊരു നന്ദി പറയുകയാണ്. ഈ ഒരു ചാനലിലൂടെ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരികയും അവർക്കൊരു സൊല്യൂഷൻ പറയാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാനോട് നന്ദി പറയുകയാണ്. അപ്പം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വലിയ സന്തോഷം. ഈശ്വരാധീനത്തെക്കുറിച്ചാണ് മാഡം എന്നോട് ചോദിച്ചത്. അപ്പം ഈശ്വരാധീനം മറയുന്നതിന് പല പല റീസൺസ് ഉണ്ട്. അതായത് ആ വ്യക്തിയുടെ ചാരവശാൽ ആ വ്യക്തിയുടെ നക്ഷത്രപ്രകാരം മോശമായിട്ടുള്ളൊരു സമയമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഏത് ഗ്രഹമാണോ മോശം സ്ഥാനത്ത് നിൽക്കുന്നത് അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ്, പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈശ്വരാധീനം ആ വ്യക്തിക്ക് വരുന്നതാണ്. പിന്നെ വിൽഫുള്ളി മറ്റാരെങ്കിലും ഈ വ്യക്തിയെ തകർക്കണം എന്ന രീതിയിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ഈശ്വരാധീനം മറയും. ഈശ്വരാധീനം മറയുമ്പോൾ നമുക്ക് രാശി എടുത്ത് നോക്കുമ്പം എന്താണ് റീസൺ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ മോശം ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനം, ദശ അങ്ങനെയുള്ളൊരു സമയമാണെങ്കിൽ ആ ദശാനാഥന് വേണ്ടുന്ന പരിഹാരമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ദശാനാഥനും ചാരവശാൽ ഏത് ഗ്രഹമാണോ മോശം സ്ഥിതിയിലുള്ളത് അതിൻ്റെ പരിഹാരവും ഒക്കെ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈശ്വരാധീനം വരും. രാശിപ്രകാരവും ജാതകവശാലും നോക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റും എന്തുകൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ ഒരു വ്യക്തിക്ക് ഇപ്പം നല്ല സമയം ഉണ്ടാവും, മോശ സമയം ഉണ്ടാവും. അപ്പം ചില കാര്യങ്ങൾ മോശമായി നടക്കുമ്പോൾ ഉടനെ മോശ സമയം എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ? അതായത് ഇപ്പം ഏത് കാര്യമാണ് മോശമായി, അല്ല ഏത് ലെവൽ വരെ പോയാലാണ് നമുക്ക് ശരിക്കും ഈശ്വരാധീനം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, അദ്ദേഹത്തിന് ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാം. പിന്നെ പുള്ളിയുടെ ഒഫീഷ്യലി ഉള്ള കാര്യങ്ങളിൽ പ്രോബ്ലംസ് വരാം. പിന്നെ ഫിസിക്കലി അവർ എപ്പോഴും ഓരോരോ രോഗങ്ങൾക്ക് അടിമപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ള മാനസികമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ, പരസ്പര കലഹം, അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഈശ്വരാധീനം മറഞ്ഞു എന്നുള്ളതാണ്. ഈശ്വരാധീനം മറയുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ള എനർജീസിൻ്റെ ഒരു സ്വാധീനവും അതിൽ പെടുന്നതാണ്. അതായത് പോസിറ്റീവ് എനർജീസും ഉണ്ട്, എല്ലാ ടൈപ്പ് എനർജീസും നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എനർജിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ എനർജീസും ഇംബാലൻസ് ആവും. അപ്പോൾ ഒരു വ്യക്തിയുടെ എനർജി ഇംബാലൻസ് ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയും, ഇപ്പം കുടുംബജീവിതമാണെങ്കിലും കരിയർ ആണെങ്കിലും ഫിസിക്കൽ ബോഡി, അങ്ങനെ പലതും ഇംബാലൻസ് ആവും. അങ്ങനെയും ഈശ്വരാധീനം മറഞ്ഞു എന്ന് നമുക്ക് രാശിപ്രകാരം പറയാം. പക്ഷേ റീസൺ കണ്ടെത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും.
എനർജിയുടെ സാന്നിധ്യമാണോ, ദശയുടെ പ്രോബ്ലം ആണോ, എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള സൊല്യൂഷനാണ് പറയാൻ പറ്റുക. മാം ബ്രഹ്മനാഡി ഹീലിംഗ് ചെയ്യുന്ന വ്യക്തിയാണല്ലോ. അപ്പം ഹിമാലയ മാസ്റ്ററായ അഷ്റഫ് സാറിൽ നിന്നാണ് ദീക്ഷ സ്വീകരിച്ച്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസോട് കൂടിയാണ് മാം ഒരുപാട് ആൾക്കാരെ ഹീൽ ചെയ്തിട്ടുള്ളത്. അപ്പം മാമിൻ്റെ മുമ്പിൽ വരുന്ന വ്യക്തികൾക്ക് ചില സമയത്ത് അവർ പറയാറുണ്ടായിരിക്കും, എനിക്ക് ഹീലിംഗ് ആവശ്യമില്ല, ഞാൻ ക്ഷേത്രത്തിൽ പോയാൽ മാത്രം അത് ശരിയാവുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ അവർക്കത് മാറ്റാൻ സാധിക്കുമോ, അതോ അങ്ങനെ ഹീലിങ്ങിലൂടെ തന്നെയാണോ അവർക്ക് ശരിയാക്കാൻ പറ്റുക? അങ്ങനെയല്ല, അവരുടെ വിശ്വാസമാണ്. നമ്മുടെ ഹീലിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൽ 100% വിശ്വാസം വേണം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് റിസൾട്ട് കിട്ടുള്ളൂ. കാരണം ഇതൊരു ഡിവൈൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ, അതാണ്. അപ്പോൾ ബ്രഹ്മനാഡി ഹീലിങ്ങിൽ പൂർണ്ണ വിശ്വാസത്തോടെ വരുന്ന വ്യക്തിക്ക് അവർക്ക് എന്ത് കാരണത്താലാണോ ഈ എനർജി ഇംബാലൻസ് ഉള്ളത്, അതെന്ത് തന്നെ ആയാലും നമുക്ക് ബ്രഹ്മനാഡി ഹീലിങ്ങിലൂടെ സൊല്യൂഷൻ കിട്ടും. അപ്പം ഇപ്പം മാമിൻ്റെ ക്ലയൻസിന് ഇപ്പം കബഡി നിരത്തണമെന്ന് നിർബന്ധമില്ല, അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകാറുണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങൾ ഇപ്പം വ്യക്തികൾ വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ചില വ്യക്തികൾ ബാധാദോഷമായിട്ട് മുന്നിൽ വരുന്നു, അപ്പം അങ്ങനെ കണ്ട എക്സ്പീരിയൻസിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്നത്, അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, എനിക്കെന്തോ ബാധാദോഷമാണ്, എനിക്കെന്തോ ഒരു ബാധ വന്നിട്ടുണ്ട്, എനിക്ക് ശരീരം വയറ് കയറി വീർക്കുന്നു, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളാണ്, ജോലിക്ക് പോകാൻ തോന്നുന്നില്ല, അപ്പോൾ എന്തോ ഒരു ബാധയാണ്, അപ്പോൾ ഹീലിങ്ങിലൂടെ ബാധ മാറ്റിത്തരണം അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അത് അദ്ദേഹം ഒരു ഹിന്ദു ആയിരുന്നില്ല, അദ്ദേഹം രാശിപ്രകാരം നോക്കാനും താല്പര്യം കാണിച്ചില്ല. അപ്പം ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ബ്രഹ്മനാഡി ഹീലിംഗ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചക്രാസ് ബാലൻസ്ഡ് ആവും, അദ്ദേഹത്തിന് എന്ത് വിഷയമാണെങ്കിലും അതിന് സൊല്യൂഷനും ആവും. അപ്പം ഈ ഹീലിങ്ങിൽ വിശ്വസിച്ച് വന്ന വ്യക്തി ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 ഡേയ്സിൻ്റെ ഹീലിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് ഡേ ആയപ്പോൾ എനിക്ക് ഇൻഡ്യൂഷനായിട്ട് വന്നു, ഇദ്ദേഹത്തിന് TB ആണെന്ന് വന്നു. പുള്ളി പറഞ്ഞു ബാധയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാർ എല്ലാ ടെസ്റ്റും ചെയ്തു? അപ്പം എല്ലാം ഹോസ്പിറ്റൽ നിർദ്ദേശിച്ച എല്ലാ ടെസ്റ്റും ചെയ്തു, ഒരു പ്രോബ്ലം ഇല്ല, രോഗമല്ല, എനിക്ക് ബാധയാണ്, അദ്ദേഹം വീണ്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ 3-ാമത്തെ ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, സാർ TBക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു ഇല്ല, അത് അതിൻ്റെ ലക്ഷണമൊന്നുമില്ല, ചുമയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും സാർ ഇന്നൊന്ന് അതുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നാളെ വരൂ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ വന്നിട്ട് ആൾ പറഞ്ഞു അതാണ് രോഗം, TB ആണെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. അപ്പോൾ പക്ഷേ ഭൗതിക ശരീരത്തിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഉള്ള ഹീലിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ആൾ പോയി. പിന്നീട് അറിഞ്ഞു അദ്ദേഹം ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഓക്കെ ആയി എന്നറിഞ്ഞു. അപ്പോൾ അത് ഇൻഡ്യൂഷനിലൂടെ അത് അറിയാൻ പറ്റി ആ സമയത്ത്. അതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഈ നാഗത്തിൻ്റെ ഒരു സാന്നിധ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞൊരു ലേഡി വന്നു. അവർക്ക് നാഗം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും, അവർ നാഗത്തെ പോലെ കാണിക്കും, ബിഹേവ് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയെ ഞാൻ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി അവിടെ എൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് തന്നെ നാഗത്തെ പോലെ ആവുകയും അതുപോലെ റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ഹീലിങ്ങിന് ശേഷം അവർ ശാന്തമായിട്ടാണ് പോയത്. അപ്പോൾ അതുമൊക്കെ എനർജി സാന്നിധ്യങ്ങളാണ്. നമ്മുടെ നമുക്ക് നെഗറ്റീവ് എനർജി എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. നാഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക എനർജിയാണ്, അതൊരു ഫ്രീക്വൻസിയിലുള്ള ഒരു പ്രത്യേക എനർജിയാണ്. അപ്പോൾ അത് ഇവരുടെ ഓറയുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അവരതുമായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ്. ആ സെയിം അതിൻ്റെ ഗുണഗണങ്ങൾ ഈ വ്യക്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. ചില വ്യക്തികൾ അത് പ്രവചനമൊക്കെ നടത്താനായിട്ടൊക്കെ ഉപയോഗിക്കും, ചിലത് സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട്. ചിലർക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, അവർക്ക് ഭൗതിക ജീവിതത്തിൽ ഇത് അടിക്കടി വരുന്നത് ബുദ്ധിമുട്ടാണെന്ന് വരും. അങ്ങനെയുള്ളവരാണ് ഹീലിങ്ങിലൂടെ അത് മാറ്റാനായിട്ട് വരുന്നത്. എന്തായാലും ഒരു സാധാരണ ഒരു വ്യക്തിക്ക് സംഭവിക്കില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇത്തരം എനർജീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോന്നും അവരിൽ കാണും, അല്ലെങ്കിൽ അത്തരം ഒരു പ്രദേശത്തെ പറ്റി അവിടെ വെച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ആവാം. അപ്പം അത് കാലങ്ങളോളം നീണ്ടു നിൽക്കാം. ചിലത് കൊണ്ട് നടക്കുന്നവരുണ്ട് അല്ലേ? അതൊരു പ്രവചന ശക്തി ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് കൊണ്ട് നടക്കുന്നവരുണ്ടാവും. ചിലത് മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് ചിലർ മാമിന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? വിശ്വാസത്തോടെയാണല്ലോ. അതാണ്, വിശ്വാസത്തോടുകൂടി വരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇത് ഇപ്പം നാഗദോഷം, അതായത് നാഗദോഷമല്ല, നാഗത്തിന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ദേവി ദേവന്മാർ പ്രവേശിക്കാം, അല്ലെങ്കിൽ പ്രേതബാധ ഉണ്ടാവാം, യക്ഷി, അങ്ങനെ ചാത്തൻ, ഇങ്ങനെ പല രീതിയിലുണ്ടാവാം. അപ്പൊ ഇതൊക്കെ എങ്ങനെ വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതിന്റെ ഗുണഗണങ്ങൾ കാണിക്കും. നമുക്ക് രാശി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപമൃത്യു, പിന്നെ ദുർമൃതി, സന്മൃതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രാശിപ്രകാരം തിരിച്ചറിയാൻ പറ്റും.
അല്ലാണ്ട് നമ്മളുടെ അടുത്ത് വരുമ്പോൾ തന്നെ അവരെന്താണോ അതിനനുസരിച്ചുള്ള ബിഹേവിയർ അവർ കാണിക്കും. ബ്ലെസ് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂഷനായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ അവർക്ക് ഈ വരുന്ന വ്യക്തിക്ക് ഒരു അറിവുണ്ടാവുമോ? അതായത് എനിക്ക് ഇന്ന തരത്തിലുള്ള ബാധയാണ് ഏറ്റിരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു അറിവുണ്ടാവുമോ? അതെ, അവർക്ക് എന്തോ ഒരു പ്രോബ്ലം എനിക്കുണ്ടെന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുക. ചിലർ മരിച്ചുപോയ മുതുമുത്തശ്ശന്മാരുടെ ശബ്ദത്തിൽ സംസാരിക്കുക, അങ്ങനെയുള്ള കണക്ഷൻസും ഒക്കെ വന്ന ആൾക്കാരുണ്ട്. അവരുടെ പൂർവികർക്ക് മോക്ഷം കിട്ടാത്തതായിട്ടുള്ള സോളൊക്കെ ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇവരുടെ ശരീരത്തിലൂടെ അങ്ങനെ കാണിക്കുന്ന സിറ്റുവേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ബ്രഹ്മനാഡി ഹീലിങ്ങിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് മറ്റ് തരത്തിൽ നമുക്ക് പൂജാരിമാരെ കൊണ്ട് ഹോമങ്ങളും അങ്ങനെയുള്ള രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളത് എഴുതി കൊടുക്കും എന്താ വേണ്ടതെന്ന്. ഇപ്പം അന്യമതത്തിലുള്ള ഇപ്പം നമ്മളിപ്പോൾ ഹിന്ദു മതത്തിൽ ഉള്ളവരാണ്, അപ്പം അന്യമതത്തിലുള്ളവരാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതേ മതത്തിലുള്ള ആൾക്കാർ തന്നെ ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത്? അതോ ആരാണോ അയച്ചത് ആ എനർജിയുടെ അയച്ച ആൾക്കാർ ആ ഗ്രൂപ്പിൽപ്പെട്ടവരെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്? അങ്ങനെ വല്ലതും ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പം ഹിമാലയൻ മാസ്റ്റർ ഡോക്ടർ അഷ്റഫ് ഗുരുവിൻ്റെ ദീക്ഷ സ്വീകരിച്ച ആളാണ്. അപ്പം നമ്മൾ കുറേ പ്രാക്ടീസസിലൂടെയും ആ ദീക്ഷയുടെ ഒരു ബ്ലെസ്സിങ്ങിലൂടെയും നമ്മുടെ ബോധതലം കുറച്ച് ഉയർന്ന ഒരു റേഞ്ചാണ്. അപ്പോൾ നമ്മളെപ്പോലെ സൂക്ഷ്മത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബോധതലം കുറച്ച് ഉയർന്ന ആൾക്കാർക്ക് ഇതെന്താണെന്ന് തിരിച്ചറിയാനും അതിനെ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് പോയി തന്നെ ക്ലെൻസ് ചെയ്യാനും പറ്റും. അത് ആ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് അതവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ജാതകവശാൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഏറ്റവും മോശ സമയത്തായിരിക്കുമോ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുക? അത് നല്ല സമയമാകുമ്പോൾ ഇത് തന്നെ മാറിപ്പോകുമോ? അങ്ങനെ വല്ലതും സംഭവിക്കാറുണ്ടോ? അവരുടെ ഭക്തിയും അങ്ങനെയുള്ള അവരുടെ ദിനചര്യയിൽ വരുന്ന മാറ്റങ്ങൾ ഏറെക്കുറെ അവരുടെ ഓറ ക്ലെൻസ് ആവുന്നതിനൊക്കെ സഹായിക്കും. എങ്കിലും കണികാതലത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളിതുപോലെ കണ്ടെത്തിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതായിരിക്കും ബെറ്റർ. അതെ. അതുപോലെ ചില ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ഏൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ചിലർക്ക് അധികം ബാധിക്കാറില്ല ഇത്. ഇപ്പം ഒരു വീട്ടിൽ തന്നെ 4 or 5 അംഗങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കും അത് കൂടുതലായിട്ട് ഏൽക്കുക. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്? അവരുടെ ഓറ കുറച്ച് വീക്കായിരിക്കാം. മേ ബി അവരുടെ ചാരവശാലുള്ള സമയദോഷങ്ങളോ ദശാനാഥൻ്റെ പ്രശ്നമോ പിന്നെ അവർ കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ മൈൻഡിനെയും ഓറയൊക്കെ ഒന്ന് വീക്കാക്കിയേക്കാം. അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് പെട്ടെന്ന് പിന്നെ ഈ ഇതിലോടൊക്കെ ഭയങ്കര അമിതമായ വിശ്വാസം പുലർത്തുന്നവരിലേക്കൊക്കെ പെട്ടെന്ന് കണക്റ്റ് ആവാം. കാരണം അവർ മെൻ്റലി കൂടെ അതുമായിട്ട് കണക്ഷൻ കിട്ടുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ എനർജി വീക്കായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ എനർജി വീക്കാകുക അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മാം പറയുന്ന ഈ ബ്രഹ്മനാഡി ഹീലിങ്ങിലൂടെ അവരെ എനർജി ഹൈ ലെവലിലേക്ക് മാറ്റി അല്ലെങ്കിൽ അവരെ എനർജൈസ് ചെയ്യാനും അവരെ ശക്തിപ്പെടുത്താനും അങ്ങനെ സാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ബ്രഹ്മനാഡി ക്ലെൻസിങ് ചെയ്യുമ്പോൾ അവരുടെ ചക്രാസ് എല്ലാം ഇംബാലൻസ് ആയിട്ടുള്ളതെല്ലാം ബാലൻസ്ഡ് ആവുകയും അവരിലേക്ക് പോസിറ്റീവ് എനർജീസ് വരികയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ ഹയറായിട്ട് പറയുകയാണെങ്കിൽ മാസ്റ്ററുടെ ദീക്ഷ ഡയറക്റ്റ് സ്വീകരിച്ച് അവർക്ക് ഇതുപോലെ അവരുടെ ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനം അത് നമ്മളിപ്പോൾ സ്പിരിച്വലി നിൽക്കണം എന്ന് തന്നെ ഇല്ല. ഏത് മേഖലയിലുള്ള ആൾക്കാർക്കും ഈ സാധനം ചെയ്യാം. അവർക്ക് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എനർജി ഉപയോഗിക്കാനും പറ്റും. മാസ്റ്റർ പറയുന്നത് ചെറിയ കുട്ടികൾ മീൻസ് സ്റ്റുഡൻസ് ഒക്കെ ഈ ദീക്ഷ സ്വീകരിച്ചാൽ ബെറ്റർ ആണെന്നാണ്. കാരണം അവരുടെ ഫ്യൂച്ചറൊക്കെ അവർക്ക് തന്നെ എന്താ പറയുക കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഈ ഒരു എനർജിയുടെ സപ്പോർട്ടും അവർക്ക് കിട്ടും. അങ്ങനെയാണ്. ഈ ബ്രഹ്മനാഡി ഹീലിംഗ് കൂടാതെ മാം ഇപ്പം താമ്പോലം ചെയ്യുന്നുണ്ട്, സംഖ്യാശാസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്, അപ്പം മറ്റ് ഹീലിംഗ്സും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കൂടെ ചേർത്താണോ കമ്പൈൻ ചെയ്താണോ ഇതൊക്കെ ചെയ്യുന്നത്, അതോ ഈ ബ്രഹ്മനാഡി ഹീലിംഗ് മാത്രമാണോ ചെയ്തു പോരുന്നത്? ഹീലിംഗ് പ്രോസസ്സ് ഞാൻ ബ്രഹ്മനാഡി ഹീലിംഗ് മാത്രമാണ് ചെയ്യുന്നത്. മാസ്റ്ററുടെ ദീക്ഷ സ്വീകരിച്ചിട്ട് അത് മാത്രമാണ് ഹീലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഹീലിംഗ് കൂടാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അതായത് ഇപ്പം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ ചില വീടുകൾ ബ്ലസ് ചെയ്യാൻ പോവുക, അവിടെ എന്തെങ്കിലും വീടുകളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് നെഗറ്റീവ് എനർജിയാണ് ആ വീട്ടിലുള്ളത്, അപ്പം അതിനെ മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് വാസ്തു ഒഴിച്ചുള്ള മറ്റ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം വീടെന്ന് പറയുമ്പോൾ വാസ്തു മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് കാര്യങ്ങൾ. ആ ഭൂമിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലേ, ചിലപ്പോൾ നാഗക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ഭൂമിയായിരിക്കാം, അല്ലെങ്കിൽ പ്രേതബാധയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മരിച്ചവരുടെ ആത്മാക്കളുണ്ടായിരിക്കാം, പല രീതിയിൽ ഉണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? അത് അവിടെ പോയിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഞാൻ പെൻഡുലം ത്രൂ ഒക്കെ നോക്കുന്നുണ്ട്. അല്ലാണ്ട് തന്നെ ഇപ്പം മാസ്റ്ററുടെ
ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ എനർജി ഏത് ഇതാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മളൊരു പ്രത്യേക എനർജി യൂസ് ചെയ്തുകൊണ്ട് അവിടെ മൊത്തം ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ആ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ വിളിക്കുന്ന ആൾക്കാർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് ശേഷമുള്ള അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങളാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സമയത്ത് ബ്രഹ്മനാടി ഹീലിംഗ് ചെയ്തു, ഇത്തരം ബ്ലെസ്സിങ്സ് ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിരന്തരം അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ആ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം മതിയാവുമോ? അല്ലെങ്കിൽ വീണ്ടും അവർക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ? വീണ്ടും വീക്കാവാൻ അല്ലെങ്കിൽ വീണ്ടും ഓറ ശക്തിപ്പെടാതെ വീണ്ടും ഇത്തരം ബാധകൾ ഏൽക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അത് വീണ്ടും വീണ്ടും അത് ചെയ്ത് പോരേണ്ട ആവശ്യം ഉണ്ടാവും? അത് ഒറ്റത്തവണ ചെയ്താൽ മതിയാവും? അവരുടെ വിശ്വാസം എന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. നമ്മൾ ഈ ഒരു ബ്രഹ്മനാടി ഹീലിങ്ങും എല്ലാം ചെയ്തതിന് ശേഷം യൂണിവേഴ്സൽ എനർജി ഉപയോഗിച്ചിട്ട് തന്നെ ആ വ്യക്തിയെ നമ്മളൊരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുത്താണ് വിടുന്നത്. അപ്പോൾ ആ പ്രൊട്ടക്ഷനിൽ പൂർണ്ണമായ ഒരു വിശ്വാസം അവർക്കുണ്ടെങ്കിൽ, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ലൈഫ് ലോങ് ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും ഇത് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ വൺസ് ബ്രഹ്മനാടി ഹീലിംഗ് ചെയ്ത ആൾക്കാർ ഇപ്പം എന്തെങ്കിലും ഇൻ്റർവ്യൂസിന് പോവുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ബ്ലെസ്സിങ് വാങ്ങാനായിട്ട് വരാറുണ്ട്. പ്രത്യേക കാര്യങ്ങൾ അവർക്ക് അവരുടെ ലൈഫിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്നു, അങ്ങനെ ബ്ലെസ്സിങ്സ് ആയിട്ട് വാങ്ങാൻ വരാറുണ്ട്. അല്ലാണ്ട് പിന്നീട് ആ സെയിം കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഹീലിങ്ങിന് വരാറുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അല്ലേ ചെയ്യുന്നുണ്ട്? അതെ, ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും എനർജീസിനെ പറ്റി സംസാരിക്കുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് എനർജിയും ഉണ്ട്. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് എനർജിയെ പറ്റി സംസാരിക്കാൻ നമുക്ക് പോസിറ്റീവ് എനർജിയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ? അപ്പം മാമിന് ഇപ്പം വീട്ടിൽ ഈ പുനർജനി ജ്യോതിശാല എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലയൻസ് വരുന്നുണ്ട്. അപ്പം ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ പോസിറ്റീവായിട്ടുള്ള എനർജീസിൻ്റെ അനുഭവം മാം താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ പരിസരത്ത് എപ്പോഴെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഓരോ നിമിഷവും എനിക്ക് എൻ്റെ ഗുരുവായ ഡോക്ടർ അഷ്റഫ് മാസ്റ്ററുടെ സാന്നിധ്യം ബ്ലെസ്സിങ് ടൈമിൽ കിട്ടാറുണ്ട്. മീൻസ് ഓരോ വ്യക്തികളെ ഹീൽ ചെയ്യാനുള്ള സമയത്ത് ഞാൻ എൻ്റെ മാസ്റ്ററോടൊരു പ്രാർത്ഥന ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്മെല്ല് അങ്ങനെയുള്ളൊരു സംഭവം, ഒരു പ്രത്യേകതരം സ്മെല്ലാണ് മാസ്റ്റർക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സാന്നിധ്യമൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില അവസരങ്ങളിൽ എൻ്റെ ബോഡിയിലേക്ക് ഒരു വൈബ്രേഷനായിട്ടും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു ദിവസം ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് സൈഡ് വ്യൂവിൽ എനിക്ക് ബാബാജി അവിടെ നിൽക്കുന്നതായിട്ട് എൻ്റെ സായിബാബയല്ല, ബാബാജി, മഹാവതാർ ബാബാജിയുടെ ഒരു രൂപം ദൃശ്യമായി. ഡയറക്റ്റ് നോക്കുമ്പോൾ കിട്ടുന്നില്ല, ഒരു സൈഡ് വ്യൂവിൽ അവിടെ കാണുന്നതായിട്ട്. അപ്പം ഞാൻ കരുതി ചിലപ്പോൾ അത് സങ്കല്പമായിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെ അന്നേ ദിവസം വീട്ടിൽ ബ്ലെസ് ചെയ്യാൻ വന്ന 2 വ്യക്തികൾ വന്നിരുന്നു ഹീലിങ്ങിനായിട്ട്. അപ്പോൾ അവരെ ഹീൽ ചെയ്തപ്പോൾ ഒരു വ്യക്തിക്ക് ബാബാജിയെ അറിയില്ല. അപ്പോൾ ഞാൻ ബ്ലെസ് ചെയ്തപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി പറഞ്ഞു, എനിക്കെന്തോ ഇങ്ങനെ കുറച്ച് മുടി നീട്ടി വളർത്തിയ ഒരു രൂപം വേറൊരാളാണ് എന്നെ ബ്ലെസ് ചെയ്തത് എന്നിങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ഒരു ശിവഭഗവാന്റെ ഫോട്ടോയുടെ സൈഡിൽ ചെറിയൊരു ബാബാജിയുടെ പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മാം കണ്ടത് ഇദ്ദേഹത്തെ ആണോ എന്ന് ചോദിച്ചു. അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. അവർ പറഞ്ഞു, അയ്യോ ഇദ്ദേഹമാണ് എന്നെ ബ്ലെസ് ചെയ്തത്, അവർക്ക് ബാബാജി ആരെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരാളായിരുന്നു. അതേ ദിവസം തന്നെ ബാബാജി അറിയുന്ന ഒരു വ്യക്തിയും പറഞ്ഞു, അവരെ ബ്ലെസ് ചെയ്തപ്പോൾ, മാം ഞാൻ ബാബാജിയെ കണ്ടു, ബാബാജി ഇങ്ങനെ ബ്ലെസ് ചെയ്യണ പോലൊരു ഫീല് എനിക്കുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ബാബാജിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ 2 പേർക്ക് അങ്ങനെ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും അതെൻ്റെ സങ്കല്പമല്ല, ബാബാജിയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ശുദ്ധി സായി ബാബയുടെ അനുഭവങ്ങളും ഇതേപോലെ പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബാബ ഭക്തർ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ബാബയുടെ സാന്നിധ്യം, ശുദ്ധി സായി ബാബയുടെ സാന്നിധ്യം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. എനിക്ക് തന്നെ ബാബാജി ദർശനം ഇതുപോലെ ആസ്ട്രൽ ബോഡി, അദ്ദേഹത്തിൻ്റെ ആസ്ട്രൽ ബോഡിയാണ് കിട്ടുന്നത്. ഡയറക്റ്റ് ആ ഒരു രൂപമായിട്ടല്ല, ഒരു ആസ്ട്രൽ ബോഡി, ആ ഒരു എനർജി അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പലപ്പോഴും. അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും, ശരിക്കും പറഞ്ഞാൽ മഹാവതാർ ബാബാജി അല്ലെങ്കിൽ ശ്രീ സായി ബാബ, അഷ്റഫ് ഗുരു, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെ കാണാൻ അല്ലെ എനർജീസ് അറിയാൻ അനുഭവിക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം മാമിൻ്റെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ എത്രത്തോളം ജീവിതത്തെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മാം എന്ന വ്യക്തി
അപ്പം ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു, അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് കരുതുന്നു. മാമിൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ തലത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല മാം. എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ മാസ്റ്ററുടെ അടുത്തേക്ക് ദീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളായിരുന്നു. IT മേഖലയിലെ ഒരു ബിസിനസ്സായിരുന്നു എനിക്ക്. അപ്പോൾ അത് ഒത്തിരി പ്രോബ്ലംസിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ എൻ്റെ ദുരഭിമാനം കൊണ്ട് ഞാൻ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു. എനിക്കത് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. ജ്യോതിഷം ഒരു സൈഡായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മാസ്റ്ററുടെ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം കൂടുതലായിട്ട് ഈ ജ്യോതിഷത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഹീലിങ്ങിന് ഒത്തിരി ആൾക്കാർ വരാനും ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഓഫീസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ ഡെസ്റ്റിനി ചേഞ്ച് ആയതാണ്. അങ്ങനെ സാഹചര്യവശാൽ ആ ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് നിയോഗം മാറി. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്ന ഒരു സിറ്റുവേഷൻ, ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടിൽ നിന്ന സാഹചര്യമായിരുന്നു. ദീക്ഷയ്ക്ക് ശേഷം അങ്ങനെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു വലിയ ചേഞ്ച് തന്നെ ഉണ്ടായി. പിന്നെ ഞാനെന്ന വ്യക്തിയിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഒരുപാട് ഫോബിയാസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ. ഇരുട്ട് പേടി, എന്താ പറയുക, പാറ്റ, പല്ലി, അങ്ങനെയുള്ള എല്ലാം പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു. മാസ്റ്ററുടെ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം എപ്പോഴാണ് എനിക്ക് ആ പേടി മാറിയതെന്ന് പോലും അറിയില്ല. ഓട്ടോമാറ്റിക്കലി എന്നിൽ അത് ആ ഒരു പ്രോസസ്സ് നടന്നതാണ്. അത്രയും ഫോബിയാസ് ഉണ്ടായിരുന്ന ഒരാളാണോ ഇപ്പം ഈ എനർജീസുമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക്, എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒരു അത്ഭുതമാണ്. ഇത്രയും വലിയൊരു ചേഞ്ച് വന്നു എന്നുള്ളത്. അപ്പം മറ്റുള്ളവർ പറയുമ്പോഴും ഞാനും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതെ. പക്ഷേ ഇപ്പം ദീക്ഷ ലഭിച്ചാലും നമ്മൾ ആ കറക്റ്റ് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യണം അല്ലേ? അല്ലാതെ ദീക്ഷ ലഭിച്ചുകൊണ്ട് മാത്രമാവോ അത്? അല്ല, നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ, പ്രാർത്ഥനകളൊക്കെ ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ അല്ലേ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴാണ് സാധിക്കുക. അല്ല ഓടിച്ചെന്ന് അല്ലേ അതുകൊണ്ട് അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് വരുന്നു, അവർക്ക് ഹീലിംഗ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നു. അപ്പം ഇതുകൊണ്ട് മാമിന് എപ്പോഴെങ്കിലും അത് നെഗറ്റീവായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മാസ്റ്ററിലുള്ള പൂർണ്ണമായ വിശ്വാസമാണ് അതിൻ്റെ ഒരു കാരണം എനിക്കറിയാം ഞാൻ ഏത് തരം എനർജിയെ കൈകാര്യം ചെയ്താലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ മാസ്റ്റർ ഉണ്ടെന്നുള്ളൊരു പൂർണ്ണമായൊരു ബോധം എനിക്കുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുകയാണ്. എന്ത് തന്നെയാണെങ്കിലും മാസ്റ്റർ എന്നെ നോക്കിക്കോളും എന്നുള്ളത്. പിന്നെ ഞാനല്ല, എന്നിലൂടെ എൻ്റെ ഗുരുവാണ് അത് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളൊരു സങ്കല്പമാണ് എനിക്ക്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ടൂളായി നിന്നുകൊണ്ട് അവരെ ബ്ലെസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെയും ഗുരുക്കന്മാരുടെയും ഗുരുപരമ്പരകളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. അപ്പോൾ ബ്രഹ്മനാടി ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചപ്പോഴാണ് അതിനെപ്പറ്റി പ്രത്യേകിച്ച് സംസാരിക്കാത്തത്. അപ്പം ഈ സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ശരീരം ഉണ്ടെന്നും അതിന് ചക്രങ്ങളെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന നാഡി ഹീലിംഗ് വഴിയാണ് ഒക്കെയാണ് മാം അന്ന് സംസാരിച്ചത് അല്ലേ? അപ്പം ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ചക്രങ്ങളെ ബാലൻസ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നല്ല രീതിയിൽ തന്നെ മാറ്റി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹീലിംഗ് സിസ്റ്റത്തിലാണ് മാം പോകുന്നത്. അപ്പം ഇപ്പം പറഞ്ഞു മാമിന് ഒരുപാട് ഫോബിയാസ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടി, ഒരുപാട് തലങ്ങളിൽ മാറ്റങ്ങൾ വന്നു. പക്ഷെ എന്നാലും മനുഷ്യജീവൻ എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്, മോശം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്നോട് ഇതിനു മുമ്പ് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി, വീട്ടിൽ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ കാര്യം. അതായത് ഒരു പ്രായം ചെന്ന ഒരാൾ വീട്ടിൽ വരികയും അതിനെപ്പറ്റി ഒന്ന് പറയാമോ, കഥയൊന്ന് പറയാമോ? പരീക്ഷിക്കാൻ വന്നതാണല്ലേ? അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. മാമിൻ്റെ വ്ളോഗിൽ വന്ന വീഡിയോസ് കണ്ടിട്ട് തന്നെ കുറച്ച് ഇത്തരം എനർജീസ് കൈകാര്യം ചെയ്യുന്ന പല പല മേഖലയിലുള്ള ആൾക്കാരും പരീക്ഷണാർത്ഥം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കത് എനർജി സെൻസ് ചെയ്യാൻ പറ്റും. അവർ വന്നിരിക്കുന്നത്, അവരിൽ നിന്ന് വരുന്ന എനർജീസും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ക്ഷേത്രം പൂജാരിയായിരുന്നു. അദ്ദേഹം സ്വയം ഭയങ്കരമായിട്ട് പവർഫുള്ളായ ആളാണ് എന്ന് പറയുകയും മറ്റുള്ളവരത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പുള്ളി അപ്പോൾ എന്തോ ഒരു വെല്ലുവിളി പോലെ എന്നോട് സംസാരിച്ചു. നമ്മുടെ രണ്ടുപേരുടെയും എനർജീസ് തമ്മിലൊന്ന് ഇത് നോക്കാം, പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ പരീക്ഷണത്തിനായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞാനത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഒന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വന്നിട്ട് പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം എനർജി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് എന്തോ ഒരു എനർജി ആളുടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അത് ഞാൻ മനസ്സുകൊണ്ട് ഗുരുനാഥാന്നൊന്ന് ആഞ്ഞു വിളിച്ചിട്ട് തേടയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കത് ബ്ലോക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിങ്ങൾ ഭയങ്കരമായിട്ട് പവർഫുള്ളായ വ്യക്തിയാണ്, നിങ്ങളെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാസ്റ്ററുടെ ദീക്ഷ എടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു വ്യക്തി ഇതുപോലെ ഒരു പ്രായം ചെന്ന വ്യക്തി ഇങ്ങനെ വിളിക്കുന്നതായിട്ട് കേൾക്കുന്നതും പിന്നെ 2 ദിവസം കഴിഞ്ഞ് മരിച്ചു പോകുന്നില്ല, അതിനെ പറ്റി ഒന്ന് പറയാമോ? പറയാം. അത് നമുക്ക് സ്ഥിരമായിട്ട് ഗ്യാസ് കൊണ്ടുതരുന്ന ഒരു അങ്കിളാണ്. ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിൽ അദ്ദേഹമാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് എൻ്റെ മോൻ്റെ പേരാണ് വിളിക്കുക, ബെല്ലടിക്കില്ല. അപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഒച്ചത്തിൽ മോനെ പേര് വിളിക്കുന്ന കേട്ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആരും പോയി തുറക്കുന്നില്ല. ഞാൻ അങ്ങനെ മോനോട് പോയി പറഞ്ഞു, എത്ര സമയമായി മാമൻ വന്നിട്ട് വിളിക്കുന്നു, പോയി നോക്കരുതോ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ ഞാൻ വന്നിട്ട് ചിലപ്പം തുറക്കാത്ത കൊണ്ട് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അങ്ങ് പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം ആ സമയത്ത് മരണപ്പെട്ടിരുന്നു എന്ന്. അതെ, അതെനിക്ക് അതിശയിപ്പിച്ച ഒരു അനുഭവമാണ്. പിന്നീട് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ കേട്ടത്? എന്തെങ്കിലും മുജർമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു സോള് നമ്മളുമായിട്ട് ഏതെങ്കിലും പൂർവ്വജന്മത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ വൈഫും മരണപ്പെട്ടു. പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നൊരു ആളായിരുന്നു. അപ്പം ഞാനായിട്ടൊരു ചെറിയ സഹായങ്ങളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അങ്ങനത്തെ ഒരു ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം മേ ബി അദ്ദേഹം പ്രാണൻ വെടിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ സോള് വന്നതായിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശബ്ദം കേട്ടിരുന്നു അങ്ങനെ. അതെ. അപ്പം മാമിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതിനുശേഷം ദീക്ഷ ലഭിച്ച് വലിയൊരു മാറ്റത്തിലേക്ക് വന്ന വ്യക്തിയാണ്. അപ്പം അശോക് ഗുരുവിൻ്റെ ദീക്ഷ ലഭിച്ച വ്യക്തിയാണ്. തേർഡായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ മഹാവതാർ ബാബാജിയുടെ അനുഗ്രഹം, സായിബാബയുടെ ബ്ലെസ്സിങ്സ് ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെ മാമിൻ്റെ മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കും ഇതിന് ലഭിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മുൻജന്മത്തിൽ കണക്ഷൻ ഉണ്ടായിരുന്നതായിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തോ എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ ഈ ഒരു സ്പിരിച്വൽ ജേണിയിലോട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാനൊരു 10-12 വർഷം മുൻപ് ഭൗതികമെല്ലാം വിട്ടിട്ട് ആത്മീയത്തിലോട്ട് തിരിഞ്ഞ് ഞാനൊരു ആശ്രമത്തിലേക്ക് കണക്റ്റഡായിട്ട് കൂടുതലായിട്ടും ആ ഒരു സ്പിരിച്വൽ ലൈഫിനോടുള്ളൊരു താല്പര്യം വന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും സ്പിരിച്വൽ മാത്രമായിരുന്നു അന്നത്തെ ഒരു ലൈഫ് സ്റ്റൈല്. ഭൗതിക ജീവിതത്തിലുള്ളൊരു എന്താ പറയുക കണക്ഷൻ കുറവായിരുന്നു എനിക്കന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങി. മീൻസ് ഒന്നുമായിട്ടൊരു കണക്ഷൻ, മക്കളോടുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ഡെഡിക്കേഷൻ അതൊന്നും കാണിക്കാതെ ഞാൻ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥ. പിന്നീട് ഞാനത് വിട്ടിട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം മാസ്റ്ററുടെ അടുത്ത് എത്തിയതിന് ശേഷമാണ് എനിക്ക് സ്പിരിച്വൽ ലൈഫും ഭൗതിക ജീവിതവും ഈക്വലായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് മനസ്സിലാക്കാനും സാധിച്ചത്. ഇപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ട് ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെ ഹീലിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യാത്രകളോ അല്ലെങ്കിൽ പുസ്തക വായന അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ബാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം ആക്ച്വലി നമ്മളെ മാസ്റ്റർ 3 ഡയമെൻഷൻ ദീക്ഷയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് പുസ്തകങ്ങൾക്കും മന്ത്രങ്ങൾക്കും ഒക്കെ അതീതമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ മാറ്റിയിരിക്കുന്നത് ദീക്ഷയിലൂടെ. എന്നിട്ട് നമ്മൾ ഈ ഒരു ദീക്ഷ സ്വീകരിച്ചിട്ട് ഇത്തരം പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് കുറേ കൂടെ ശക്തിപ്പെടുത്താൻ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ മന്ത്രത്തിനും എല്ലാത്തിനും അതീതമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ഇതിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷനാണ് കൂടുതലും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന വിഷയങ്ങൾ പുസ്തകമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അത് കണ്ടെത്താനായിട്ട് ശാസ്ത്രത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം പുരോഗമിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കാണുന്നത് തെറ്റാണെന്നും പറയാനും പറ്റില്ല. അപ്പം വേറൊരു കാര്യം, അതായത് നമ്മളിപ്പം ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജീസിൻ്റെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ ഓറ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടതൊരു കാര്യം. അപ്പം ഓറ ശക്തിപ്പെടുത്താനായിട്ട് ബ്രഹ്മനാടി ഹീലിംഗ് തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സജഷൻസോ അല്ലെങ്കിൽ ഇത് കൂടാതെ അവർ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നൊന്ന് പറയാമോ? അല്ല, അത് അവരുടെ ഡെയിലി ലൈഫിൽ ജീവിതത്തിൽ തന്നെ ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇപ്പം ബ്രഹ്മനാടി ഹീലിങ്ങിലൂടെ മാത്രം തന്നെ ഓറ ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നില്ല. അവർക്ക് അവരുടെ സ്പിരിച്വൽ ജേണി ഏത് രീതിയിലാണോ അങ്ങനെ പോകാൻ. ചിലർക്ക് ക്ഷേത്രങ്ങളിൽ ദിവസം പോയി ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുന്നതായിരിക്കും അവരുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും. അതിനനുസരിച്ച് അവർ എനർജൈസ് ആവുകയും ചെയ്യും. ദിവസവും പോയാൽ മാത്രമേ അത് ലഭിക്കൂ അങ്ങനെയില്ല. ഇല്ല, അവനവൻ്റെ ഉള്ളിൽ ആത്മാർത്ഥതയാണ്. ചില വ്യക്തികൾ കാരണഭക്തിയായിട്ട് അമ്പലത്തിൽ പോകും. അതായത് എനിക്ക് ഇന്ന കാര്യം നടക്കുകയാണെങ്കിൽ ഭഗവാന് ഞാൻ ഇന്നത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ അങ്ങനെ പോയിട്ട് പ്രയോജനമില്ല ആക്ച്വലി. നമ്മൾ നമ്മുടെ എനർജി എന്താ പറയുക, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാകുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യാം, അല്ലാതെ എനിക്ക് എന്നത് ചെയ്തു തന്നാൽ ഭഗവാന് ഞാൻ ഇത് തരാം എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി, ആ സ്നേഹം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലേ? അതിനോട് ചേർന്നാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഓറ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സ്വയം ശക്തിപ്പെടുത്താം, അല്ലെങ്കിൽ ഇപ്പം മാമിനെ പോലുള്ളവർക്ക് അവരെ സഹായിക്കാൻ സാധിക്കാം. അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മന്ത്രജപവും ഒക്കെ സാധ്യമാണ്. അപ്പം ഈ ഒരുപാട് പേര് വന്ന സ്ഥിതിക്ക് ഒരുപാട് പേര് കാണുന്ന വ്യക്തിയാണ്, ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അപ്പം പൊതുവായിട്ട് ഇവരോട് ചിലപ്പോൾ ആ സമയത്ത് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും ഇങ്ങനെ മാമിനെ വിളിച്ച് കാണാൻ വരുന്നവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ മനസ്സിൽ? അങ്ങനെയല്ല, പൂർണ്ണ വിശ്വാസത്തോടെ വരിക, പരീക്ഷണാർത്ഥം ആരും വരാതിരിക്കുക. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും മെസ്സേജ് അയയ്ക്കുക. കാരണം ഒത്തിരി മെസ്സേജസ് വരുന്നത് കൊണ്ട് പലരും മിസ്സായി പോയെന്നിരിക്കാം. അപ്പോൾ വീണ്ടും കോൺടാക്ട് ചെയ്താൽ മതി, അവർക്ക് തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കുക എന്നുള്ളൊരു കാര്യം. പൂർണ്ണ മനസ്സോടെ, ആത്മാർത്ഥമായിട്ടുള്ളൊരു മനസ്സോടെ വരിക, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അതൊരു ബിസിനസ്സായിട്ടല്ല കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേവനം എന്നുള്ള രീതി തന്നെയാണ് പോകുന്നത്. പിന്നെ അതിനോടൊപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അതിനോടൊപ്പം അങ്ങനെയും ചെയ്തു പോകുന്നേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്കും ഒരു ജീവിതമുണ്ട്. അപ്പം അത് മാത്രമല്ല മാം, ഇപ്പം ഒരു വ്യക്തി അനുഭവിക്കേണ്ടുന്ന കർമാസിലാണ് നമ്മൾ കയറി ഇടപെടുന്നത്. ഒരു ഗുരു പോലും കർമാസ് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കില്ല എന്നാണ് അറിയുന്നത്, എനിക്കറിയാവുന്നത്. അപ്പം നമ്മൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന കർമാസിൽ കയറി ഇടപെട്ട് അവർക്ക് അതിന് വേണ്ടുന്ന സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുമ്പോൾ നമ്മൾ അതിന് തുല്യമായിട്ടുള്ള ദക്ഷിണ സ്വീകരിച്ച് മാത്രമേ ചെയ്യാനും പറ്റത്തുള്ളൂ. എനർജിയാണ്, അതിനെ ആ രീതിയിൽ കാണുമ്പോഴാണ് നമുക്കത് ഗുണപ്പെടുക. അപ്പൊ ഈ കർമ്മം എന്ന് പറയുമ്പോൾ ഇപ്പൊ പൂർവ്വജന്മത്തിലെ ഒരുപാട് കർമ്മദോഷങ്ങൾ നമുക്ക് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴുള്ള എല്ലാ കർമ്മവും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പം അതിനെ ഒരു പരിധി വരെ, ഒരു 90% വരെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്കത് ക്ലെൻസ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്യുക, ഇനി വരുന്ന ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അതൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രത്യേകിച്ച് സന്തോഷം, വീണ്ടും ഒരു അവസരം ഇവിടെ വന്നിട്ട് പ്രേക്ഷകരോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഏത് മേഖലയാണെങ്കിലും, ഇപ്പൊ പറഞ്ഞ ബാധാദോഷമാണെങ്കിലും, കൂടോത്രമാണെങ്കിലും, അല്ലെങ്കിൽ കൺവെയർ ആണെങ്കിലും, അല്ലെങ്കിൽ മറ്റേത് രോഗാവസ്ഥയാണെങ്കിലും, എന്ത് തരം പ്രശ്നങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരമുണ്ട് അല്ലേ? ജ്യോതിഷത്തിൽ പണ്ട് നമ്മൾ നോക്കുമ്പം ജ്യോതിഷത്തിൽ പ്രശ്നം വെക്കുന്നു, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ സൊല്യൂഷനും കൂടെ ചേർത്താണ് കൊണ്ടുപോകുന്നത്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അപ്പം അത് നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുക, നമ്മൾ ശരിക്കും അതിൽ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അപ്പം മാമിന് അപ്പം എല്ലാ ആശംസകളും നേരുന്നു. അപ്പം പുനർജനി ജ്യോതിഷാലയം അല്ലേ, അവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ് സെന്റർ. ഹീലിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ് പോകുന്നത്. പിന്നെ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഒന്നി ചെല്ലുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം വളരെ സന്തോഷം. താങ്ക് യു മാം. ഓക്കെ, ഇതുവരെ വീഡിയോ കണ്ടുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.